ഒരു ഏക്കറിൽ നമുക്കൊരു 30,000 മീൻ ഇടാൻ പറ്റും. 30,000 ഇൻറ്റു 60 വെച്ച് കൂട്ടാം, 18 ലക്ഷം രൂപ കിട്ടും. മൈനസ് ഒരു 4 ലക്ഷം രൂപ, 14 ലക്ഷം നമ്മുടെ പ്രോഫിറ്റാണ്. 4 ലക്ഷം രൂപ ചിലവാണ്. പലരും അന്വേഷിച്ച് നടക്കുന്ന ഒരു മത്സ്യമാണിത്. നമുക്ക് വീട്ടിലിങ്ങനെ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ്. വളരെ ഇണക്കാണ്. നമ്മൾ വിളിക്കുമ്പോൾ പോലും ഇത് ഓടി വരും. കൂട് വരെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ടാങ്ക് നിർമ്മിക്കുമ്പോൾ ടാങ്ക് എങ്ങനെ കഴുകണം, വാഷ് ചെയ്യണം എന്നുള്ള കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ്. നാച്ചുറലായിട്ട് ബ്രീഡാവും. വേറൊരു തീറ്റയും കൊടുക്കേണ്ട അഡീഷണൽ. ഇത് തന്നെ നമുക്ക് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ മീൻ കണ്ട. ഒരു 10 ഏക്കർ 20 ഏക്കറൊക്കെ കൂടുന്ന കുളങ്ങളുണ്ട്. ഒരു 10,000 ഗ്രാസ് കാർപ്പിനെ അങ്ങോട്ട് ഇറക്കി വിടുക. ഈ കുളം വൃത്തിയാക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്താൻ പറ്റിയൊരു മീനും കൂടെയാണ്. ഏകദേശം ഒരു 4 കിലോ സൈസൊക്കെ വരുന്ന ആൽബിനോ വൈറ്റ് എന്ന് പറഞ്ഞ സാധനം. വൈറ്റാണ് അതിൻ്റെ കണ്ട. ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇത് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന മീനാണ്. പല ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ ടാങ്കിൽ ചെറിയ മീൻ, കുറച്ച് മീൻ എങ്ങനെ മീൻ വളർത്താന്നൊക്കെ ചോദിക്കുന്നില്ലേ, അവർക്ക് ബെസ്റ്റ് മീനാണിത്. അപ്പോൾ അതിന് വെള്ളം മാറണ്ട. അതുപോലെ കരിമീൻ വളർത്താനുള്ള സിമ്പിളായ കാര്യങ്ങൾ വെറുതെ തെങ്ങുംപട്ട ഇട്ടാൽ മതി. ഒരിക്കലും 2 ഇഞ്ച് 2.5 ഇഞ്ച് കാർപ്പിനുകൾ കൊടുക്കരുത്, അല്ലെങ്കിൽ ഇടരുത്. നമ്മുടെ ഇപ്പോൾ ഈ ടാങ്കിൽ വരുന്നത് നമുക്ക് ആസാമാളുടെ കുഞ്ഞുങ്ങളാണ്. ഇതിൽ നമുക്ക് കരിമീൻ്റെ വരുന്നുണ്ട്, ഗ്രാസ് കാർപ്പ്, അനാബസ് എന്നൊക്കെ പറഞ്ഞ മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയൊരു മീനാണ് കേട്ടോ. ഓക്സിജൻ അന്തരീക്ഷത്തിൽ ശ്വസിക്കുന്ന മത്സ്യമാണ്. നമ്മുടെ ഈ പണ്ടുള്ള നമ്മുടെ കരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഹൈബ്രിഡാണ് അനാബസ്. കുറച്ചുകൂടി നല്ല മീനാണ്, പെട്ടെന്ന് വളർച്ച കിട്ടും. വിയറ്റ്നാമിൽ നിന്ന് വരുന്ന മീനാണ്. 1 കിലോ വരെ സൈസ് വരും. കുറച്ചുകൂടി നല്ല വെറൈറ്റി ഹൈബ്രിഡാണ്. ആ ഒരു ടാങ്കിൽ ഗൗരാമി, ജൈൻ ഗൗരാമി ഉണ്ടല്ലോ, ഗൗരാമിയുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്ന പാഴ്സൽ സർവീസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല, ആ വീടിൻ്റെ അടുത്തുള്ള പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതെടുത്ത് പറയട്ടെ, അതിനുള്ള സർവീസ് ചാർജ് നിങ്ങൾ തന്നെ തരിക. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കണ്ട, നിങ്ങൾക്ക് അവിടെ അടുത്ത പോയിന്റിൽ നമുക്ക് കിട്ടും. സീരിയസ് ആയിട്ട് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു താല്പര്യമുള്ളവർക്ക് നമ്മൾ വിളിക്കാം.